സൗജന്യ ബാങ്കിംഗ് സേവനങ്ങൾ അവസാനിപ്പിക്കാൻ ഒരുങ്ങി ബാങ്കുകൾ. കഴിഞ്ഞ 5 വർഷത്തെ എല്ലാ ATM ചെക്ക് ഇടപാടുകൾക്കും നികുതി വേണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് വന്നതോടെ ഇടപാടുകാരെ ശിക്ഷിച്ച് പരിഹാരമുണ്ടാക്കാനാണ് ബാങ്കുകളുടെ ശ്രമം. ബാങ്കുകളിൽ നിന്ന് ലഭിക്കുന്ന അവശേഷിക്കുന്ന സൗജന്യ സേവനങ്ങൾ കൂടി ഉടൻ അവസാനിച്ചേക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ 5 വർഷക്കാലം മിനിമം ബാലൻസ് നിലനിർത്തിയ ഉപഭോക്താക്കൾ നടത്തിയ ഇടപാടുകൾക്ക് നികുതി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാന ബാങ്കുകൾക്ക് നികുതി അധികൃതർ നോട്ടീസ് അയച്ചതോടെയാണ് അഭ്യൂഹം ശക്തമായത്. മിനിമം ബാലൻസ് നിലനിർത്തുന്ന അക്കൗണ്ട് ഉടമകൾക്ക് നൽകുന്ന സേവനം മിക്കവാറും ബാങ്കുകൾ സൗജന്യമാക്കിയിരുന്നു. ഇത് അവസാനിച്ചേക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ഉപഭോക്താക്കൾക്ക് നൽകിയിരുന്ന സേവനങ്ങൾക്ക് കഴിഞ്ഞ 5 വർഷ കാലയളവിൽ നികുതി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് GST ഡയറക്ടറേറ്റ് ജനറലാണ് ബാങ്കുകൾക്ക് നോട്ടീസ് അയച്ചത്. സർവീസ് ചാർജുകൾ ഈടാക്കിയിരുന്ന GSTക്ക് മുമ്പുള്ള കാലയളവിലെ നികുതി കൂടി അടയ്ക്കണമെന്നാണ് നോട്ടീസിലുള്ളത്. അങ്ങനെ വന്നാൽ ആ നികുതി ഉപഭോക്താക്കളിൽ നിന്ന് തന്നെ ഈടാക്കാൻ ബാങ്കുകൾ തയ്യാറായേക്കുമെന്നാണ് സൂചന. നിശ്ചിത പരിധി കഴിഞ്ഞുള്ള ATM ഇടപാടുകൾ, ഫ്യൂവൽ സർചാർജ് റീഫണ്ട്, ചെക്ക് ബുക്ക്, ഡെബിറ്റ് കാർഡ് തുടങ്ങിയ എല്ലാ സേവനങ്ങൾക്കും ബാങ്കുകൾ ഫീസ് ഈടാക്കുമെന്നാണ് കരുതുന്നത്. മുമ്പ് മിനിമം ബാലൻസ് നിലനിർത്താത്തവരിൽ നിന്ന് പിഴ ഈടാക്കാനുള്ള ബാങ്കുകളുടെ തീരുമാനത്തിനെതിരെ കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് പിഴയിൽ ഗണ്യമായ കുറവ് വരുത്താനും ബാങ്കുകൾ നിർബന്ധിതരായി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI, HDFC, ആക്സിസ് ബാങ്ക്, കൊട്ടക് മഹീന്ദ്ര തുടങ്ങിയ ബാങ്കുകൾക്കാണ് നിലവിൽ GST ഡയറക്ടറേറ്റ് ജനറൽ നോട്ടീസ് അയച്ചിട്ടുള്ളത്. മറ്റു ബാങ്കുകൾക്കും വൈകാതെ നോട്ടീസ് നൽകുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. ന്യൂസ് ഡെസ്ക്, മറുനാടൻ മലയാളി.